പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ സൂറത്തുൽ കഹ്ഫിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. പലരും ആ ചരിത്രമൊക്കെ കേട്ടിട്ടുണ്ടാവാം. 7 യുവാക്കളുടെ ചരിത്രമുണ്ട്. അവർ ഒരു ഗുഹയിൽ പോയി താമസിച്ച് 100-300ഓളം വർഷം ഉറങ്ങിപ്പോയ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ? ഇൻഷാ അല്ലാഹ് ആ ചരിത്രം നമുക്ക് ചുരുക്കി ഒന്ന് പറയാം. എന്തിനാണ് ഇവർ ആ ഗുഹയിൽ കയറിയത്? ഇവരെവിടെ നിന്നാണ് വന്നത്? ഇവരുടെ കൂടെ ഒരു നായയുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു നായ, അല്ലെ? ആ നായയുടെ പേരെന്താണ്? നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് ആ ചരിത്രമൊക്കെ ഒന്ന് കേട്ടാലോ. കൂട്ടത്തിൽ ഇവർ 7 പേരാണ്. ഈ 7 പേരുടെയും പേരുകൾ നമ്മളൊരു പേപ്പറിലേക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്ന രൂപത്തിൽ എഴുതിയിട്ട് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ 13 പ്രതിഫലങ്ങളാണ്. പ്രതിഫലം എന്ന് പറഞ്ഞാൽ 13 സ്ഥലങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിക്കുമ്പോൾ നമുക്ക് വിജയവും സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ഒക്കെ നമുക്കുണ്ടാകുമെന്നാണ്. അപ്പം ഇൻഷാ അല്ലാഹ് താമസിക്കേണ്ട, നമുക്ക് വേറെ വീഡിയോയിലേക്ക് കിടക്കാം. ആ 7 യുവാക്കൾ ആരൊക്കെയാണ്, അവരുടെ പേരെന്താണ്, ആ നായയും ഇവരും തമ്മിൽ എന്താണ് ബന്ധം? ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീൻ അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പവിത്രതയുള്ള ജമാദുൽ ആഖിർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അൽഹംദുലില്ലാഹ്. ഈ ജമാദുൽ ഉഖ്റ എന്ന് പറഞ്ഞാൽ അത് ഹിജറ കലണ്ടറിലെ 6ാമത്തെ മാസമാണ്. മാത്രമല്ല റജബ്, ഷഅബാൻ, റമളാൻ ഒക്കെ വരുന്നുണ്ട് എന്ന ഒരു വിളംബര മാസം കൂടിയാണ് ഈ നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ജമാദുൽ ഉഖ്റ, ജമാദുൽ ആഖിർ മാസം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ റജബിലും ഷഅബാനിലൊക്കെ സുന്നത്തായ നോമ്പൊക്കെ പിടിക്കാറുണ്ട്. അപ്പോൾ ഈ ജമാദുൽ ആഖിർ മാസത്തിലും പ്രത്യേകമായി നമ്മൾ സുന്നത്തായ നോമ്പുകൾ പിടിക്കൽ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ മാസത്തിലെ തിങ്കളാഴ്ച, വ്യാഴാഴ്ച ദിവസങ്ങൾ, പിന്നെ അയ്യാമുൽ ബീദ്, വെളുത്ത വാവ് ദിവസങ്ങളിലൊക്കെ നോമ്പ് പിടിക്കൽ വളരെ പുണ്യമുള്ളതാണ്. അൽഹംദുലില്ലാഹ് ഒരുപാട് നേട്ടം നമുക്ക് കിട്ടുന്ന വലിയൊരു കാര്യമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ ധാരാളം ചരിത്രങ്ങളുണ്ട്, അല്ലെ? ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാം. ഗുണപാഠ കഥകളുണ്ട്, താക്കീതുകളുണ്ട്, അതുപോലെ തന്നെ ഉപദേശങ്ങളുണ്ട്. അങ്ങനെ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഈ സ്വർഗത്തെപ്പറ്റി മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമല്ല, അല്ലെങ്കിൽ നരകത്തെപ്പറ്റി മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമല്ല. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് തന്നെ പറയണം. ആകാശത്തെപ്പറ്റി, ഭൂമിയെപ്പറ്റി, മലകളെപ്പറ്റി, താഴ്വരകളെപ്പറ്റി, അല്ലെ? സ്വർഗത്തെപ്പറ്റി, നരകത്തെപ്പറ്റി, മനുഷ്യനെപ്പറ്റി, ജീവജാലങ്ങളെപ്പറ്റി, ജന്തുക്കളെപ്പറ്റി, പക്ഷികളെപ്പറ്റി, ജിന്നുകളെപ്പറ്റി, സമുദ്രത്തെപ്പറ്റി, മത്സ്യത്തെപ്പറ്റി, എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല തൊട്ടു പോയിട്ടുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. ഈ വിശുദ്ധ ഖുർആനിൽ ധാരാളം ചരിത്ര കഥകളുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഫിർഔനിന്റെയും കഥ വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം. മറിയം ബീവിയുടെയും ഈസാ നബിയുടെയും ചരിത്രം ഖുർആനിൽ കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും നമ്രൂദിന്റെയും ചരിത്രം ഖുർആനിൽ കാണാം. ഷുഐബ് നബിയുടെയും സമുദായത്തിന്റെയും ചരിത്രം ഖുർആനിൽ കാണാം. ആദൻ നബിയുടെയും മക്കളുടെയും ചരിത്രം ഖുർആനിൽ കാണാം. നൂഹ് നബിയുടെയും മക്കളുടെയും കുടുംബത്തിന്റെയും കപ്പലിന്റെയും ചരിത്രം നമുക്ക് ഖുർആനിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ ഖുർആനിൽ കാണാം. അപ്പൊ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാം. യൂസുഫ് നബി അലൈഹിസ്സലാം, ഖുർആനിലെ ഏറ്റവും സുന്ദരമായ ചരിത്രം എന്ന് പറയപ്പെടുന്നത് അത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രാജാധികാരം കിട്ടുന്ന സമയത്ത്, അതുപോലെ തന്നെ സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ, സുലൈഖ ബീവിയുമായിട്ടുള്ള ആ ജീവിതം, അതൊക്കെ അനാവരണം ചെയ്യുന്ന ഒരുപാട് കഥകൾ വിശുദ്ധ ഖുർആനിൽ കാണാം. അങ്ങനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ ചരിത്ര കഥയാണ് അസ്ഹാബുൽ കഹ്ഫ്, അതായത് ഗുഹാവാസികൾ എന്ന് പറയും. നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഓതുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ഈ സൂറത്തുൽ കഹ്ഫിന് സൂറത്തുൽ കഹ്ഫ് എന്ന് പേര് വരാനുള്ള കാരണം, കഹ്ഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഹ എന്നാണ്. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹാവാസികൾ എന്നാണ്. അപ്പോൾ ഒരു ഗുഹയും ആ ഗുഹയിൽ ഉണ്ടായിരുന്ന താമസിച്ചിരുന്ന 7 യുവാക്കളെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു ചരിത്രം വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തുൽ കഹ്ഫിലുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് കഹ്ഫ് സൂറത്ത് എന്ന് പറയാനുള്ള പേര് വരാനുള്ള കാരണം. പല ചരിത്രങ്ങളും സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാം.
മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമും കൂടി പോകുന്ന ഒരു യാത്ര, അതൊക്കെ നമുക്ക് ഈ സൂറത്തുൽ കഹ്ഫിൽ കാണാൻ പറ്റും. സൂറത്തുൽ കഹ്ഫിൽ സുന്ദരമായി വിവരിച്ചിട്ടുള്ള ഒരു കഥയാണ് 7 യുവാക്കളും ആ യുവാക്കളിൽ ഒരാളുടെ ആ നായയുടെയും ചരിത്രം നമുക്ക് ഖുർആനിൽ കാണാം. അത് വല്ലാത്തൊരു ചരിത്രമാണ്. ഞാനത് ചുരുക്കി എൻ്റെ ഉമ്മമാർക്കൊന്ന് പറഞ്ഞു തരാം. നമ്മൾ കേട്ടിട്ടുണ്ട് അസ്ഹാബുൽ കഹ്ഫ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? സൂറത്തുൽ കഹ്ഫ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഓതാറുള്ളതാണ്. അതിങ്ങനെ ആവർത്തിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേരാണ് ഓരോ വെള്ളിയാഴ്ച ദിവസവും ഇങ്ങനെ പാരായണം ചെയ്യുന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഏകദേശം 1000 അല്ല 2000 അല്ല 2500 3000 വർഷങ്ങൾക്ക് മുമ്പ് തുർക്കി എന്ന് പറയുന്ന രാജ്യം, തുർക്കി അന്ന് വേറെ ഏതോ പേരിലാണ് ആ രാജ്യം അറിയപ്പെട്ടിരുന്നത്. ആ രാജ്യത്ത് ദഖിയാനൂസ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ദഖിയാനൂസ്, ആ രാജാവ് ബിംബങ്ങളെ ആരാധിക്കുന്ന ആളായിരുന്നു. ബിംബങ്ങളെ ആരാധിക്കുക മാത്രമല്ല, നിർബന്ധമായും എൻ്റെ നാട്ടിലുള്ള എൻ്റെ പ്രജകളെല്ലാം നിർബന്ധമായും ബിംബങ്ങൾക്ക് മുമ്പിൽ വന്ന് സുജൂദ് ചെയ്യണം, അല്ലെങ്കിൽ ആ ബിംബങ്ങളെ ആരാധിക്കണമെന്നുള്ള ഒരു ഓർഡർ മൂപ്പര് പ്രഖ്യാപിച്ചു. അങ്ങനെ നാട്ടിലുള്ള എല്ലാവരും വന്ന് ബിംബങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. എന്നാൽ ഇതിൽ നിന്നും ഒരു 7 യുവാക്കൾ അവർ മാറി നിന്നു. ഞങ്ങളെ കൊണ്ട് പറ്റൂല, ഞങ്ങൾ ആരാധിക്കുന്നത് ബിംബങ്ങളെയല്ല, ഏക ഇലാഹായ അള്ളാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, ബിംബങ്ങളെ ഞങ്ങൾ ആരാധിക്കൂല. അപ്പൊ രാജാവ് പറഞ്ഞു, രാജാവിന്റെ കൽപ്പനക്ക് ധിക്കാരം പ്രവർത്തിച്ച ആ 7 യുവാക്കളെ നിങ്ങൾ പിടിച്ചു കൊണ്ടുവരിക, അവരെ നമുക്ക് വധിക്കണം. ഈ ഒരു വിളംബരം കേട്ടിട്ട് ഈ 7 യുവാക്കളും ആ നാട് വിട്ട് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ കൂട്ടത്തിൽ ആ 7 പേരിൽ ഒരാളുടെ നായയും ഒരു പട്ടിയും കൂടെ ഉണ്ട്. ആ നായയാണ് ഇവർക്ക് ഇങ്ങനെ വഴി കാണിച്ചു കൊടുക്കുന്നതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇത് ഒരു ചരിത്രം. അതല്ല, ഇങ്ങനെ നാട്ടിലുള്ള എല്ലാവരും വന്ന് ഈ ബിംബങ്ങളെ ആരാധിക്കണമെന്ന് ഈ രാജാവ് പറഞ്ഞത് ഈ യുവാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് ചെയ്തു? ഇനി നമുക്ക് ഈ നാട്ടിൽ നിൽക്കണ്ട, നമുക്ക് സ്വസ്ഥമായി അള്ളാഹുവിനെ ആരാധിക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവർ പോയതാണ് എന്നും നമുക്ക് കാണാം. എന്തുമാവട്ടെ, അങ്ങനെ ആ നാട് വിട്ട ആ 7 യുവാക്കളും പോയി. എങ്ങോട്ടാണ് അവർ പോയത്? ഇവര് താമസിച്ചിരുന്ന, ജനിച്ചു വളർന്ന തുർക്കി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഏത് രാജ്യമാണ്? ജോർദാൻ, ഇന്നത്തെ ജോർദാൻ. ആ നാട്ടിലേക്ക് വന്നു. അങ്ങനെ ആ നാട്ടിൽ വന്നു ഇവരെന്താണ്, ഒന്ന് വിശ്രമിക്കാനൊക്കെയായി അവിടെ കണ്ട ഒരു ഗുഹയിലേക്ക് ഇവർ കയറി. അവരുടെ കൂട്ടത്തിൽ ആ നായും ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഗുഹയിലേക്ക് കയറി അവരവിടെ ഇരുന്നിരുന്ന അവസാനം ഉറങ്ങി. അവരുറങ്ങി. അതൊരു വല്ലാത്ത ഉറക്കമാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഏകദേശം 300-ലധികം 309 വർഷം എന്ന് പറയുന്നുണ്ട്. ആ വർഷം അവർ ഉറങ്ങിപ്പോയെന്നാണ്. അള്ളാഹു അവരെ ഉറക്കിയെന്നാണ്. അതായത് നമുക്ക് പിന്നീട് വരുന്ന ആളുകൾക്ക് വലിയ ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് അള്ളാഹു താൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ അവരല്ലാഹുവിനെ ഉറക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. പക്ഷേ നമുക്കൊരു വലിയ പാഠം. ഇന്നും നമുക്ക് പോയാൽ ആ ഗുഹ കാണാം, അവർ കിടന്ന ആ സ്ഥലമൊക്കെ നമുക്ക് കാണാം. മാത്രമല്ല അവരുടെ അവശിഷ്ടങ്ങൾ, അവരെ ഉപേക്ഷിച്ചു പോയ, അല്ലെങ്കിൽ അവരുടെ പിന്നീട് വന്ന തലമുറ അവരെ ഓർക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ജോർദാനിൽ ഇന്നും അതൊക്കെ വളരെ അധികം സുന്ദരമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ 300 വർഷത്തിന് ശേഷം ആണ് അവർ എഴുന്നേൽക്കുന്നത്. വലിയ ചരിത്രമാണത്. 300 വർഷത്തിന് ശേഷം അവരെഴുന്നേറ്റ് അപ്പോൾ അവർ പറയുന്നു, നമുക്ക് ഭയങ്കര വിശപ്പുണ്ടല്ലോ. അപ്പൊ അവർ നോക്കുമ്പോൾ 2 അഭിപ്രായമുണ്ട്. അവരുടെ നായയും ആ 300 വർഷം ഉറങ്ങിയെന്നാണ്. ഒരു അഭിപ്രായ പ്രകാരം അങ്ങനെ നായയും ഇവരുടെ കൂടെ ഉറങ്ങി. അപ്പോൾ 300 വർഷത്തിന് ശേഷം ആ നായ എഴുന്നേറ്റു എന്നാണ്. നായയും ഇവരുടെ കൂടെ എഴുന്നേറ്റു. അല്ലാഹു തആല എഴുന്നേൽപ്പിച്ചു. അതല്ല, നായ ചത്തുപോയി, നായയുടെ എല്ലുകൾ മാത്രമായിരുന്നു അവിടെ കണ്ടത് എന്നും ചരിത്രത്തിൽ കാണാം. എന്തുമാവട്ടെ, അപ്പോൾ 7 പേരും എഴുന്നേറ്റു. എടാ, നല്ല വിശപ്പുണ്ടല്ലോ, എന്ത് ചെയ്യും? നോക്കുമ്പോൾ കയ്യിൽ കുറച്ച് നാണയങ്ങളുണ്ട്. ആ നാണയവുമായിട്ട് ഇവരെന്ത് ചെയ്തു? ആ നാട്ടിലേക്ക് ഇറങ്ങി, ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഇറങ്ങി. നോക്കുമ്പോൾ ഇവർ ഗുഹയിലേക്ക് കയറിയ സമയത്തുണ്ടായ അന്തരീക്ഷമല്ല, ആ ഒരു സ്ഥലമല്ല. അപ്പൊ അയാൾ അത്ഭുതപ്പെട്ടു, ഇതെന്താണ്, നമ്മൾ സ്ഥലം മാറിയോ? ഇല്ല, ഇത് തന്നെയാണല്ലോ. അങ്ങനെ ഇവരോർത്തേക്കുന്നത് എന്താണ്, കുറച്ച് സമയം ഉറങ്ങിയിട്ടുള്ളൂ എന്നാണ്, കുറച്ചെന്തോ ഒരു മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ എന്നാണ് അവർക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നും ഒരാൾ പുറത്തേക്ക് ഇറങ്ങി അടുത്ത് കണ്ട ഒരു കടയിൽ നിന്നും കുറച്ച് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു. തിരിച്ച് പൈസ കൊടുക്കാൻ നേരത്ത് ഈ നാണയം കൊടുക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഈ നാണയം ഞങ്ങൾ സ്വീകരിക്കൂല. നീ എന്താ സ്വീകരിക്കാത്തത്? ഇത് ഈ നാട്ടിലുള്ള നാണയമാണ്. അപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഇന്ന് ഉപയോഗിക്കുന്നില്ല, ഇതൊരു 10, 200, 300 വർഷം മുമ്പ് നമ്മുടെ നാട്ടുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് ഇവർക്ക് അതിന്റെ രഹസ്യം മനസ്സിലാകുന്നതെന്നാണ്. അപ്പോൾ വലിയ അത്ഭുതകരമായ ചരിത്രമാണ്.
അത്ഭുതകരമായ ചരിത്രമാണ്. അപ്പോൾ ഈ അസ്ഹാബുൽ കഹഫ് ഇവരാരാണ്? 7 യുവാക്കളാണ്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആ രാജാവിൽ നിന്നും അവർ ഒഴിഞ്ഞു പോയ ആളുകളാണ്. ഈ 7 യുവാക്കളും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നാണ്. ആ നായുണ്ട്, നായ, ഇവരുടെ കൂടെ വന്ന നായ, ആ നായ അത് സ്വർഗത്തിൽ കടക്കുന്ന മൃഗമാണെന്നാണ്. സ്വർഗത്തിൽ കടക്കുന്ന 10 മൃഗങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബുറാഖ് എന്ന വാഹനം സ്വർഗത്തിൽ കിടക്കും. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. സ്വാലിഹ് നബിയുടെ ദൃഷ്ടാന്തമായിട്ട് പുറത്തേക്ക് വന്ന ഒരു ഒട്ടകം, അത് സ്വർഗത്തിൽ കിടക്കുമെന്നാണ്. അതുപോലെ തന്നെ സുലൈമാൻ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ഹുദ്ഹുദ് എന്ന് പറയുന്ന ഒരു മരംകൊത്തിയുണ്ട്, അത് സ്വർഗത്തിൽ കിടക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ സ്വർഗത്തിൽ കിടക്കുന്ന 10 മൃഗങ്ങളുണ്ട്. ആ കൂട്ടത്തിലുള്ള മൃഗമാണ് ഈ നായ. ഖിത്തുമീർ എന്നാണ് ഈ നായയുടെ പേര്. ഇവിടെ മഹത്തുക്കൾ പറയുന്നു, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നാട് വിട്ടുപോയ ആ 7 യുവാക്കൾ അവർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായ അവരെ ഓർക്കുകയും അവരുടെ പേരുകൾ ബറക്കത്തിനായി എഴുതി വെക്കുകയും ചെയ്താൽ അതിന് വളരെയധികം പുണ്യമുണ്ട്. ഏകദേശം 13ഓളം നേട്ടങ്ങൾ നമുക്ക് കിട്ടും എന്നൊക്കെ മഹത്തുക്കൾ എഴുതി വെക്കുന്നുണ്ട്, പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവര് ഈ 7 പേരിൽപ്പെട്ട ഒരാളുടെ നായയായിരുന്നു ഇത്. അവരുടെ പേര് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയാൻ പോവുകയാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒരാളുടെ നായയായിരുന്നു. പക്ഷേ ഈ നായ എത്ര തന്നെ ഇവർ ആട്ടി ഓടിച്ചിട്ടും നായ പോവില്ല, ഇവരുടെ പുറകെ തന്നെ പോയെന്നാണ്. അപ്പോൾ ഈ നായ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ നായ നിസ്കരിച്ചിട്ടില്ല, നോമ്പുടിച്ചിട്ടില്ല, ദിക്റൊന്നും പറഞ്ഞിട്ടില്ല. ഇവരുടെ കൂടെ വന്ന ആ പട്ടി, ആ നായ, പക്ഷേ അത് സ്വർഗത്തിൽ കടന്നു. എന്താ കാരണം? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ അത് സ്നേഹിച്ചു എന്നതാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഔലിയാക്കന്മാരെ, അള്ളാഹു ആദരിച്ചവരെയൊക്കെ ആദരിക്കുക, ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്വർഗപ്രവേശനം കിട്ടുന്ന കാര്യം കൂടിയാണ്. ആ 7 യുവാക്കൾ, അവരുടെ പേരുകൾ, ആ പേരുകൾ നമുക്കൊന്ന് പഠിച്ചാലോ? ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അസ്ഹാബുൽ കഹഫ് എന്നാണ് പറയുക. അസ്ഹാബുൽ കഹഫ് അവരുടെ പേരുകൾ ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് പറയാം. ഇവിടെ ഈ പേരുകൾ പല കിതാബുകളിലും വ്യത്യസ്തമായ രൂപത്തിൽ വന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. എന്നാലും സ്വഹീഹായ രൂപത്തിൽ, അതായത് റൂഹുൽ ബയാനിൽ നമുക്ക് വന്നിട്ടുള്ള രൂപത്തിലാണ് ഞാൻ ഈ പേരുകൾ പറയുന്നത്. ഈ പേരുകൾ ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുക. ഒരു പേപ്പറിലേക്ക് എഴുതി നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചാൽ വളരെ ഗുണം ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. അത് ഇപ്പോൾ നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കിട്ടും, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത, അല്ലെങ്കിൽ നമുക്കിങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അതല്ല, നമ്മളിത് സ്വന്തമായിട്ട് എഴുതി. എങ്ങനെ എഴുതണം? വുളുവോടുകൂടി, കിബിലക്ക് മുന്നിട്ട്, നല്ല നിയ്യത്തോടു കൂടി ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബറക്കത്ത് കിട്ടണം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് എഴുതണം കേട്ടോ. അതിൽ ഒന്നാമത്തെ ആളുടെ പേര് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, മക്സിൽ മീന എന്നാണ്. മക്സിൽ മീന, ഈ മക്സിൽ മീന എന്ന ആളുടെയാണ് ഈ നായ എന്നാണ്. അയാൾ ഒരുപാട് ഓടിച്ചു, പക്ഷേ ഇത് പോകുന്നില്ല. മക്സിൽ മീന. രണ്ടാമത്തെ ആളുടെ പേര് യംലീഹ എന്നാണ്. മൂന്നാമത്തെ ആളുടെ പേര് മുഹ്സി മീൽ നീന. മുഹ്സി മീൽ നീന, അങ്ങനെ തന്നെ നമ്മൾ എഴുതണം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, അതേ രൂപത്തിൽ എഴുതിയാൽ മതി. നാലാമത്തെ ആളുടെ പേര് മർത്തൂസ് എന്നാണ്. അഞ്ചാമത്തെ ആളുടെ പേര് കഷൂത്തൂഷ് എന്നാണ്. ആറാമത്തെ ആളുടെ പേര് ബൈറൂനുസ് എന്നാണ്. ഏഴാമത്തെ ആളുടെ പേര് ദീൻഹൂസ് എന്നാണ്. ഇതൊക്കെ അന്നത്തെ ആ നാട്ടിൽ അന്നുണ്ടായിരുന്ന ആളുകളുടെ പേരുകളാണ്. ഏതായാലും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ് ഇവർ എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകളാണ് ഓരോ വെള്ളിയാഴ്ചയും അതല്ലാത്ത ദിവസവും ഇവരുടെ ചരിത്രം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അല്ലാഹു തആല 300 വർഷം അവരെ ഉറക്കിയെന്നാണ്. യാ റബ്ബ്, എന്ത് അത്ഭുതമാണല്ലേ? അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പേരുകൾ ഇങ്ങനെ എഴുതി വെക്കുക. അതോടൊപ്പം തന്നെ ഖിത്തുമീർ എന്നാണ് അവരുടെ നായയുടെ പേര്. ആ നായയുടെ പേരും എഴുതി വെക്കുക. ഇത് എഴുതുന്നതിന് ഒരു രൂപം മഹത്തുക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഒരു റൗണ്ട് വരച്ചിട്ട് നമ്മൾ അതിന്റെ മധ്യത്തിൽ, അതിന്റെ ആ റൗണ്ട്, ആ വട്ടപൂജ്യത്തിന്റെ ഉള്ളിൽ ഖിത്തുമീർ എന്ന് എഴുതണം. സ്ക്രീനിൽ കാണാൻ പറ്റും, ഖിത്തുമീർ എന്ന് എഴുതുക. എന്നിട്ട് ആ റൗണ്ടിൽ ഇങ്ങനെ നമ്മൾ ആ 7 പേരുടെ പേരും ഇങ്ങനെ എഴുതി വെക്കുക. അതാണ് ഏറ്റവും നല്ല രൂപം കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ പേരുകൾ എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ചാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ, അല്ലെ? നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ കട, ഇതിലൊക്കെ ഉള്ള നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതൊക്കെ വീടാൻ ഉള്ള വഴികൾ അല്ലാഹു തആല നമുക്ക് തുറന്നു തരും. അതുപോലെ തന്നെ ആപത്ത്, മുസീബത്ത്, അപകടം, അതിനെ തൊട്ടുള്ള കാവൽ കിട്ടുമെന്നാണ്. തീപിടുത്തത്തിൽ നിന്നുള്ള കാവലുണ്ടാകും. അതുപോലെ തന്നെ കുട്ടികളുടെ കരച്ചിൽ, ഇപ്പൊ ചെറിയ കുട്ടികൾ ഇങ്ങനെ കരയൂല, രാത്രിയൊക്കെ എഴുന്നേറ്റ് കരയാറുണ്ട്. അപ്പോൾ
ഇത് നമ്മളിങ്ങനെ ഒരു പേപ്പറിലേക്ക് എഴുതിയിട്ട് ചുരുട്ടിയോ മടക്കിയോ നമ്മളെ ഈ കുട്ടികളുടെ തൊട്ടിലുണ്ടല്ലോ, ആ തൊട്ടിലിൽ ഇങ്ങനെ നമ്മളത് ബന്ധിച്ചു കഴിഞ്ഞാൽ, ഒരു ചരട് വെച്ചോ അല്ലെങ്കിൽ എന്താണ് സെല്ലോ ടേപ്പ് വെച്ചോ ഒട്ടിച്ച് വെച്ചാൽ അത് ആ കുട്ടിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വലിയ കുട്ടികളാണെങ്കിൽ അവർ ഉറങ്ങുമ്പോൾ അവരുടെ തലയിണയുടെ ഉള്ളിൽ ഇങ്ങനെ പേപ്പറിൽ എഴുതിയിട്ട് വെച്ചാലും മതിയാകുന്നതാണ്. അതുപോലെ തന്നെ കൃഷി നാശം ഉണ്ടാവാതിരിക്കാൻ, ഇപ്പൊ നമുക്കൊരു തേയിലത്തോട്ടമുണ്ട്, വാഴത്തോട്ടമുണ്ട്, കപ്പത്തോട്ടമുണ്ട്, അപ്പൊ അതിലൊക്കെ ഈ കേടുപാടുകളൊന്നും വരാതിരിക്കാൻ നമ്മൾ ഈ പേരുകൾ എഴുതിയിട്ട് ഏതെങ്കിലും ഒരു മരത്തിൽ നമ്മളത് സൂക്ഷിച്ച് ബന്ധിച്ചു വെക്കുക. അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലെ, തലവേദന, പനി, അവർക്കുമൊക്കെ ഈ പേരുകൾ എഴുതി കുടിക്കുക എന്ന് പറയില്ല, എഴുതി കുടിക്കുക. ഒരു പ്ലേറ്റിലേക്ക് തേന് കൊണ്ടോ അല്ലെങ്കിൽ എഴുതി കുടിക്കുന്ന മഷിയുണ്ട് അതുകൊണ്ടോ ഇത് എഴുതിയിട്ട് വെള്ളം കൊണ്ടത് മായ്ച്ചിട്ട് കുടിച്ചാൽ പനി, തലവേദനയൊക്കെ വേഗത്തിൽ മാറുമെന്നാണ്. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറും, പദവികൾ നമുക്ക് കിട്ടും. ഗർഭിണികളായ സഹോദരിമാര് ഇതൊരു പേപ്പറിലേക്ക് എഴുതി അതിങ്ങനെ ചുരുട്ടിയിട്ട് കയ്യിലോ അരയിലോ ഒക്കെ കെട്ടിയാൽ അത് വളരെ ഹൈറാണ്. പിന്നെ സുഖപ്രസവം ഉണ്ടാവാൻ നല്ലതാണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു അധികാരികളെ കാണാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഈ പേരുകൾ എഴുതിയ ആ ഒരു പേപ്പർ നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ പോക്കറ്റിലോ നമ്മുടെ പേഴ്സിലോ ഒക്കെ വെച്ചിട്ട് പോയാൽ നമ്മൾ ഏത് കാര്യത്തിനാണോ പോകുന്നത് അത് വേഗത്തിൽ ഹൈറായി നടക്കുന്നതാണ്. സാമ്പത്തികമായ കാവലുണ്ടാകും, കള്ളന്മാര് നമ്മുടെ സമ്പത്ത് കൊണ്ടുപോകില്ല. അതുപോലെ തന്നെ കടൽ യാത്ര പോകുന്ന ആളുകൾ, മീൻ പിടിക്കാൻ വേണ്ടി പോകില്ലേ, അവരൊക്കെ അവരുടെ ബോട്ടുകളിലൊക്കെ ഇത് എഴുതി വെച്ചാൽ നല്ലതാണ്. അതുപോലെ തന്നെ കൊലപാതകം നമ്മൾ ചെയ്തു പോവുക അല്ലെങ്കിൽ നമ്മളെ കൊല ചെയ്യുക, അതിനെ തൊട്ടുള്ള കാവൽ, ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. മഹത്തുക്കളായ ഉലമാക്കൾ അവരുടെ കിതാബുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 7 യുവാക്കളുടെ പേര്, ഈ 7 മനുഷ്യന്മാരുടെ പേര്, അവർ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യന്മാരാണ്. സാധാരണ നമ്മളെപ്പോലെയുള്ള മനുഷ്യരല്ല, ഈമാനിന്റെ വലിയ രൂപത്തിൽ എത്തിയ ആളുകളാണ്. അപ്പൊ നല്ല രൂപത്തിൽ കിബിലക്ക് മുന്നിട്ട് വുളുവൊക്കെ എടുത്തിട്ട് നല്ല നെയ്യത്തോടു കൂടി എഴുതിയിട്ട് നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചാൽ വലിയ അത്ഭുതങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് കാണാൻ പറ്റും. അപ്പൊ ആ പേരുകൾ നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ, ഒന്നുകൂടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അവരുടെ പേരുകൾ ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ ആളുടെ പേര് മക്സിൽ മീന എന്നാണ്. മക്സിൽ മീന പല റിവായത്തുകളിലും പല കിതാബുകളിലും പല രൂപത്തിൽ പേര് വന്നിട്ടുണ്ട്. എന്തുമാവട്ടെ, ഇതിപ്പോ നമുക്ക് വിശ്വാസയോഗ്യമായ നിലയിൽ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന പേരുകളാണ്. മക്സിൽ മീന, അതുപോലെ തന്നെ യംലീഹ, മുഹ്സി മീൽ നീന, മർതൂസ്, അതുപോലെ തന്നെ കഷൂതൂഷ്, ബൈറൂനുസ്, അതുപോലെ തന്നെ ദീൻഹൂസ്. ഇതിങ്ങനെ ഒരു റൗണ്ടിൽ എഴുതുക, എന്നിട്ട് നടുവിൽ തുമീർ അവരുടെ നായയുടെ പേര് അതും എഴുതുക. ഇൻഷാ അല്ലാഹ് വലിയ ഖൈറുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇരുലോക വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്റിനെ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ദുആരക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റി തരട്ടെ. നമ്മുടെ എല്ലാ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.